ശ്രീ എം വിൻസെന്റ് പ്ലീസ്. സർ, മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ വലിയ കുടിശ്ശിക വന്നിരിക്കുകയാണ് സർ. കഴിഞ്ഞ വർഷം 10-ാം മാസം ഫിഷറീസ് ഡയറക്ടർ തന്നെ 53.91 കോടി രൂപ കുടിശ്ശികയാണ്, അത് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 16 കോടി രൂപ മാത്രമാണ് ഈ വർഷം മാർച്ച് മാസം അനുവദിച്ചത്. ബാക്കി 37.91 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയുണ്ട്. അത് എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും എന്നാണ്. മിനിസ്റ്റർ. സർ, നമ്മൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. വിദ്യാധീരം എന്ന പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കിയ ഈ പ്രവർത്തനം വഴി സർ, കേരളത്തിൽ MBBSന് പ്രവേശനം ലഭിച്ചതും നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർന്നതുമായ ചരിത്രത്തിൽ ഏറ്റവും വലിയ റിസൾട്ടാണ്. 142 പേർ, അതിൽ 86 ഡോക്ടർമാരെ തീരമേഖല സൃഷ്ടിച്ച ഒരു ഗവൺമെൻറ്റാണ് സർ. സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി. ഞാനത് പറഞ്ഞോട്ട് മനസ്സിലായി. സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി. തീരമേഖലയിലെ എല്ലാ സ്കൂളുകളും മെച്ചമായത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു. 57 പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പെട്ടെന്ന്. സംസ്ഥാന പദ്ധതി നിങ്ങളിങ്ങനെ വിൻസെന്റ്, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന നാട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. തീരദേശ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും 36 സ്കൂളുകൾക്ക് 70 കോടി രൂപ, കിബിയിൽ നിന്ന് 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ ഉൾപ്പെടെ 136 കോടി രൂപ നടപ്പാക്കി ചെലവാക്കി പൂർത്തീകരിച്ചു. ഇതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എന്റെ വിൻസെന്റ് സ്വല്പം കുടിശ്ശിയുണ്ട്. ലംസം ഗ്രാന്റ് കൊടുക്കുന്ന ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് കൊടുക്കും. അത് നിങ്ങളുടെ കാലത്ത് ചെയ്തതിന്റെ 50 ഇരട്ടി ഈ ഗവൺമെന്റ് കാലത്ത് ചെയ്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. ഇത് ചെയ്യാതിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല. തീരദേശത്തെ MLA ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു MLA പറയട്ടെ, അവരുടെ കോൺസ്റ്റിറ്റ്യുൻസിയിൽ മോശമായി കിടക്കുന്ന ഒരു സ്കൂളിന്റെ പേര് അവർ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. എല്ലാ സ്കൂളുകളും മെച്ചപ്പെടുത്തി അഭിമാനകരമായ നേട്ടം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായി. അത് ധനപരമായ ചില പ്രയാസങ്ങളുണ്ട്. അത് അടിയന്തരമായിട്ട് പരിഹരിക്കും.